ഓം ശാന്തി. വിവേകശാലി ആത്മാവാണ്. ജ്ഞാനസാഗരനായ ബാബ വന്ന് ഈശ്വരീയ ജ്ഞാനം നൽകി എൻ്റെ ബുദ്ധിയെ ദിവ്യമാക്കിയിരിക്കുന്നു. ഞാൻ മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന പ്രകാശബിന്ദുവാണ്. ചൈതന്യരത്നമാണ്. ഞാൻ അവിനാശി ആത്മാവാണ്. മായ എൻ്റെ ബുദ്ധിയെ ദുർബലമാക്കുന്നു. മായയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കാൻ ഞാൻ ബാബ തന്നിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഈശ്വരീയ ടൈറ്റിൽസിൻ്റെ മനനം ചെയ്ത് എൻ്റെ ബുദ്ധിയെ ശുദ്ധമാക്കുന്നു, ശക്തിശാലിയാക്കുന്നു. ബാബ വരദാനം തന്നിരിക്കുന്നു, മാസ്റ്റർ സർവശക്തിവാൻ ഭവ. ഞാൻ വിവേകശാലി ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. ഉയർന്നതിലും ഉയർന്ന ശിവപിതാവിൻ്റെ ആദ്യ രചനയാണ്. ഞാൻ പൂർവജ ആത്മാവാണ്. സൃഷ്ടിയുടെ ആദികാലത്തിൽ എൻ്റെ പാർട്ട് ആരംഭിക്കുന്നു. റോയൽ ഫാമിലിയിൽ ഞാൻ പാർട്ട് അഭിനയിക്കുന്നു. സൃഷ്ടിയുടെ മധ്യകാലത്തിലെത്തിയപ്പോൾ ഭക്താത്മാക്കൾ എൻ്റെ ജഡമൂർത്തിയുടെ പൂജ ഭക്തഭാവത്തോടെ നിർവഹിക്കുന്നു. ഞാൻ പൂജ്യ ആത്മാവാക്കുന്നു. ഞാൻ ഈ ലഹരിയിലിരിക്കുകയാണ്. ബാബ തരുന്ന ടൈറ്റിൽസ് സ്മൃതിയിൽ കൊണ്ടുവന്ന് ഞാൻ അതിനെ മനനം ചെയ്യുന്നു. ജ്ഞാനസാഗര ബാബയുടെ സന്താനമായ ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനാകുന്നു. മനനശക്തിയിലൂടെ വിചാരസാഗര മഥനം ചെയ്യിപ്പിച്ച് ബാബ എന്നെ വിവേകശാലിയാക്കുന്നു. എൻ്റെ ബുദ്ധി ശുദ്ധമാകുന്നു, ശക്തിശാലിയാകുന്നു. അപ്പോൾ മായയുടെ പ്രഭാവത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നു. ഞാൻ സദാ ഓർമ്മിക്കുന്നു, ഞാൻ അവിനാശി ആത്മാവാണ്. ബാബയോടൊപ്പം എനിക്ക് ഒന്നാം നിലയിലേക്ക് പോകണം. അതിനായി ഞാൻ ബാബ തന്നിരിക്കുന്ന ജ്ഞാനത്തെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ മനനം ചെയ്യുകയാണ്. അപ്പോൾ ശക്തി ലഭിക്കുന്നു. ഇതെൻ്റെ ഗുപ്തമായ പരിശ്രമമാണ്. ഈ പരിശ്രമം ചെയ്ത് ഞാൻ സദാ ഹർഷിതമായിരിക്കുന്നു. എന്നെ ഭഗവാൻ പഠിപ്പിക്കുന്നു എന്ന ലഹരിയിലിരിക്കുന്നു. ബാബ ശാന്തിയുടെ സാഗരമാണ്. സദാ ദേഹി അഭിമാനിയാണ്. ഒരേ ഒരു ബാബ മാത്രമാണ് സദാ ദേഹി അഭിമാനിയായിരിക്കുന്നത്.
ബാബ ഒരേ ഒരു തവണ മാത്രം വരുന്നു. ഒരിക്കലും ദേഹമെടുക്കുന്നില്ല. നിരാകാരനായ ബാബ ഒരിക്കലും സാകാരമാകുന്നില്ല. വിവേകശാലി കുട്ടികളിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കും. ബാബയ്ക്ക് സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരമില്ല. ബാബയുടെ മഹിമ പാടുന്നു. പതിത പാവനൻ, ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവനെന്ന്. പരംപിതാവ് ഏറ്റവും മേലെ ആദ്യത്തെ തട്ടിലെ നിവാസിയാണ്. രണ്ടാമത്തെ തട്ടിൽ സൂക്ഷ്മ ശരീരമുള്ളവരാണ്. മൂന്നാമത്തെ തട്ടിൽ സ്ഥൂല ശരീരധാരികളാണ്. അവിടെ നിരാകാരി ആത്മാക്കളാണ്. ഇവിടെ ജീവാത്മാക്കളാണ്. ഇതെല്ലാം ബാബ മനസ്സിലാക്കി തരുന്നതാണ്. ഞാൻ നിരാകാരനായ ബാബയുടെ വദനത്തിൽ വസിച്ചിരുന്നു. ആത്മാഭിമാനിയായിരുന്നു. ഞാൻ വിവേകശാലിയാകുന്നു. ആത്മാവ് തന്നെയാണ് അവിനാശി. ദേഹം വിനാശിയാണ്. ഏത് ജ്ഞാനമാണോ ലഭിച്ചത് അത് എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഞാൻ ആത്മാവ് അച്ഛനോടൊപ്പം ഇരിക്കുന്നു. അച്ഛൻ്റെ മക്കളായ എനിക്കും സമ്പത്ത് ലഭിക്കുന്നു. ബാബ സംഗമയുഗത്തിൽ വന്ന് ഈ ജ്ഞാനം നൽകുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു. കുട്ടി, നിനക്ക് വീണ്ടും വീട്ടിലേക്ക് പോകണം. എങ്ങനെയാണോ ബാബ അവിനാശി, അതുപോലെ ഞാൻ ആത്മാവും അവിനാശിയാണ്. ആത്മാവ് ഇവിടെ തമോപ്രധാനമായി തീരുന്നു. ബാബ വന്ന് സതോപ്രധാന പവിത്രമാക്കുന്നു. പതിത ലോകത്തെ പാവനമാക്കുന്നു. ഈ ഡ്രാമയും അവിനാശിയാണ്. ഈ ലോകം ഒരു വലിയ നാടക സ്റ്റേജാണ്. ബ്രഹ്മതത്വം വലുതാണ്. അതിന് അറ്റമില്ല. ബാബ 5000 വർഷത്തിന് മുമ്പ് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരുന്നു. ഞാൻ ദേവതാധർമ്മത്തിലേതാണെന്ന ലഹരി ഇപ്പോഴുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ബാബ എന്നെ ദേവതയാക്കുന്നു. ബാബ വന്ന് ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. ബാബ വലുതിലും വലിയ സർജനാണ്. ബാബ എന്നെ ശ്രേഷ്ഠമായ കർമ്മം പഠിപ്പിക്കുന്നു. കർമ്മം ചതിക്കാത്ത തരത്തിൽ, അർത്ഥം കർമ്മത്തിന്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടതില്ലാത്ത വിധത്തിൽ ബാബയുടെ ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നു. വിനാശി വസ്തുക്കളുടെ ലഹരി ഉണ്ടാകുന്നില്ല. ദേഹവും വിനാശിയാണ്. ഇതിൻ്റെയും ലഹരി ഉണ്ടാകരുത്. ഞാൻ വിവേകശാലിയായി മാറുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ഈ പഴയ ലോകത്തെ വിദേശമെന്നു കരുതി ഇതിൽ നിന്നും ഉപരിയായിരിക്കുന്നു. സ്വദേശിയാകുന്നു.
ഞാൻ പഴയ ലോകത്തിൽ നിന്നും ഉപരിയായിരിക്കുന്നു. പഴയ ലോകത്തിലെ വസ്തുക്കളോടോ സ്വഭാവ സംസ്കാരങ്ങളോടോ ആകർഷണമുണ്ടാകരുത്. ഞാൻ സ്വദേശിയാകുന്നു. എൻ്റെ ഉയർന്ന ദേശമായ പരമധാമവും ഈശ്വരീയ പരിവാരത്തിൻ്റെ കണക്കിൽ മധുബൻ ദേശത്തെയും നിവാസിയെന്ന് മനസ്സിലാക്കി ഞാൻ ലഹരിയിലിരിക്കുന്നു. നൂലാമാലയിൽ കുടുങ്ങുന്നതിനു പകരം സദാ മിലനത്തിൻ്റെ മേളയിലിരിക്കൂ. ഓം ശാന്തി.